അവൻ്റെ ഷർട്ടിൻ്റെ കോളറിങ് പിടിച്ച് വലിച്ച് രണ്ടങ്ങോട്ട് പൊട്ടിച്ചു. ആര് എന്നാവും? ഞാൻ. അന്ന് പിടിച്ചു മാറ്റാൻ കൂടെ ഉണ്ടായ സതീശൻ ശ്രമിച്ചതുകൊണ്ടും അവിടെ നിന്ന് പിടിച്ചു വലിച്ച് എന്നെ കൊണ്ടുപോയതുകൊണ്ടും കേസിലൊന്നും പെടാതെ രക്ഷപ്പെട്ടു. ആ കഥയിലേക്കാണ്. എന്ന് വെച്ചാൽ ആദ്യമായി സിനിമയുടെ അവസരം ചോദിച്ചു പോയ ഒരു സിനിമ പ്രദേശത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. എന്നുവെച്ചാൽ അന്ന് AT അബു സംവിധാനം ചെയ്ത എൻ്റെ തമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരൂർ പ്രദേശത്ത് അവിടെ നടക്കുന്നുണ്ട്. അവർ തിരൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് നോക്കിയാൽ കാണുന്ന ഈ തെറ്റമ്മൽ ലോഡ്ജിലാണ് താമസം എന്നൊരു വിവരം സതീശന് വീണ് കിട്ടിയാണ്. ഈ വിവരം വെച്ചാണ് ഞങ്ങൾ തിരൂരിലേക്ക് പുറപ്പെടുന്നത്. അപ്പോൾ AT അബു എന്ന് പറഞ്ഞ പ്രശസ്തനാണ്, മലപ്പുറം ജില്ലക്കാരനാണ്, പ്രഗത്ഭനായ നടൻ ഉമ്മറിൻ്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവാണ്. അദ്ദേഹം പണ്ട് അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടാവാം മാക്കലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പടം വീണ്ടും ഇത് ധ്വനി കൊടുത്തതിന് ശേഷം പിന്നീട് മറ്റൊരു പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് ഈ എൻ്റെ പൊന്നുതമ്പുരാൻ. അതിൽ ഇങ്ങനെ നമ്മുടെ സുരേഷ് ഗോപിയും ഉർവശിയൊക്കെയാണ് അഭിനയിക്കുന്ന. കുതിരട്ടം പോപ്പ് ഒരുപാട് നടക്കും, രാജൻ പി നടക്കും, ഒരുപാട് നടന്മാരുടെ പടമാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ ചേർത്ത് അവിടെ ചെന്നപ്പോൾ തെറ്റമ്മ ലോഡ്ജിൽ സംവിധായകനുണ്ട് എന്നുള്ള ഒരു അന്വേഷണ വിവരം വെച്ച് ഞങ്ങൾ അങ്ങനെ ചെന്നാണ്. അപ്പോൾ റൂമിൻ്റെ 4ാം നിലയിലാണ് എൻ്റെ ഓർമ്മ, അങ്ങനെയാണ് 4ാം നിലയിലെ റൂമിലാണ് AT അബു ഉള്ളത്. വാതിൽക്ക് ചെന്നപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ബഹളം കേൾക്കുന്നുണ്ട്. അപ്പോൾ ബഹളം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് എനിക്ക് സംശയം അത് ഷെഡ്യൂൾ പേക്കപ്പാണോ എന്തോ ആണ് അന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബഹളം ഭയങ്കര ഒച്ചയിൽ ശബ്ദം കേൾക്കുന്നത്. ഞങ്ങളിങ്ങനെ പുറത്ത്, ഞാൻ ആദ്യമായിട്ട് സിനിമാക്കാരും അറിയാതെ കാണാൻ വരിക. ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് പോകണം, അകത്തേക്ക് മറ്റൊരുത്തും കയറി പോകണം, ഉള്ളിലിങ്ങനെ ബഹളവും സംസാരവും കൂടെ. അപ്പോൾ എനിക്ക് ഏകദേശം അതിൻ്റെ ഉള്ളിൽ ഒരു മദ്യപാന സെറ്റപ്പ് ആയിരിക്കും എന്നൊരു തോന്നൽ എനിക്കില്ലാതുണ്ടായി. ഞാൻ സതീശനോട് പറയുകയും ചെയ്തു. അങ്ങനെ കുറേ നേരം കാത്തുനിന്നു. ഏകദേശം ഒരു 2 മണിക്കൂറോളം അതിൻ്റെ ബാൽക്കണി അഭിനയിക്കാൻ ആദ്യമായി അവസരം ചോദിച്ചു പോകുന്ന ഒരു 2 അഭിനേതാക്കളുടെ വലിയ നടന്മാരുടെ ചിന്ത ആ ഒരു അവസ്ഥ കൊണ്ടാണ് അവിടെ അങ്ങനെ ധൈര്യമായി നിൽക്കുന്നത്. കുറേ കഴിഞ്ഞ് സഹി കെട്ട സമയത്താണ് വാതിൽ തുറന്നൊരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് വന്നു. അപ്പോൾ ഗൗരവത്തിൽ ഞങ്ങളെ നോക്കി. അപ്പോൾ കേട്ടത് ഡയറക്ടർ ഒന്ന് കാണാൻ എന്ന് ദയനീയമായി ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തിന് അവൻ? അപ്പോൾ പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ അഭിനയിക്കാനൊരു അവസരം. അപ്പോൾ 2 പേരെയും നോക്കി. എന്നിട്ട് 2 പേരും നോക്കിയിട്ട് വെച്ചു, മമ്മൂട്ടി ആവാനാണോ മോഹൻലാൽ ആവാനാണോ നിങ്ങളുടെ പുറപ്പാട്? ഈ ചോദ്യം തന്നെ ഒരു ചെറിയ രീതിയിൽ എനിക്ക് അലോസരം ഉണ്ടാക്കി. എന്നാലും വീണ്ടും ഒതുങ്ങി നിന്നു. അല്ല, അങ്ങനെയല്ല, ഒന്ന് ഡയറക്ടറെ കാണാൻ. അങ്ങനെയൊന്നും അഭിനയിക്കാൻ ചാൻസ് കിട്ടില്ല. അറിവിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരു പ്രത്യേക ആംഗിളാണ് അവൻ ചോദിച്ചത്. അഭിനയിക്കാൻ താല്പര്യമുള്ള വല്ല പെൺകുട്ടികളും കയ്യിലുണ്ടോ? എന്നാൽ അവരും കൂട്ടി വന്നു. അപ്പോൾ നേരെ കൂടെ നിങ്ങൾക്കും എന്തെങ്കിലും അവസരം ഉണ്ടാക്കാം. ആദ്യം അവരോട് ഞങ്ങളെ ഒന്ന് വന്ന് കാണാൻ പറയൂ എന്ന് പറഞ്ഞു. ഇവനിതും പറഞ്ഞ് ഒരു നോട്ടൊക്കെ നോക്കിയാൽ ആ നോട്ടത്തിലും ഭാവത്തിലും പച്ചയായി പറഞ്ഞാൽ കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞു എന്നാണ് ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഒരു സെക്കൻഡ് കൊണ്ട് എനിക്ക് പണ്ടുകൊണ്ട് ആ ഒരു വീക്ക്നെസ്, എന്തെങ്കിലും അരുതാത്തത് കേട്ടാൽ അരുതാത്ത സമയത്ത് അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പെട്ടെന്ന് കുത്തിയിരിപ്പ് സമരം, വില്ലേജ് ഓഫീസിന് മുമ്പിൽ, വാട്ടർ അതോറിറ്റിക്ക് മുമ്പിലൊക്കെ പെട്ടെന്ന് പോയി സമരം ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അരുതാത്ത എന്തെങ്കിലും ഒരു മനസ്സിന് വേദനിക്കുന്ന എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ ഷൊർണൂരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരനായ ഒരാളോടാണ് ഇവൻ ഇതൊന്നും അറിയാതെ ഒരു സിനിമയിൽ ചാൻസ് ചോദിച്ചു വന്ന 4ാംകട അവസ്ഥയിൽ ഞങ്ങളോട് സംസാരിച്ച് പെട്ടെന്ന് ഞാൻ സതീശ ഇതെനിക്ക് താങ്ങുന്നതല്ല, ഇതിനപ്പുറമാണ് എന്ന് പറയുകയും ഞാൻ പടിയിലൂടെ ഓടി താഴേക്ക് ഇറങ്ങി. ഇവൻ അപ്പോഴേക്ക് ഇങ്ങനെ 4ാമത്തെ അല്ലെങ്കിൽ 3ാമത്തേക്ക് എത്തിക്കണം. അതിൻ്റെ ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് കിട്ടി. നേരെ ചെന്ന് സതീശൻ്റെ പുറകെ ഓടി വരും. നേരെ ചെന്ന് അവൻ്റെ പിന്നിൽ നിന്ന് കോളർ പിടിച്ചിങ്ങോട്ട് വലിച്ച് മറിച്ച് പഠിക്കത്തുണ്ട്. 2 അടിയും കൂടെ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നായേ എൻ്റെ വീട്ടിലുണ്ട് ആരെയും കൊണ്ട് അഭിനയിപ്പിച്ചടപ്പാന്ന്. അപ്പോഴേക്ക് സതീശൻ എൻ്റെ കൈ ഇങ്ങനെ കക്ഷത്തിലൂടെ ചേർത്ത് കോർത്ത് പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുപോയിട്ട് താഴ്ത്തുണ്ട്. വിജയേട്ടാ, അത് നമുക്ക് പരിചയ തിരൂരാണ്, അവൻ്റെ വല്ല ആൾക്കാരാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വണ്ടിയേറി ഞങ്ങൾ പോന്നു. പക്ഷേ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഞങ്ങൾ ഉർവശി എന്ന നടിയെ യാദൃശ്ചിയായിട്ട് അവിടെ കണ്ടു. കുതിരവട്ടം പപ്പുവിനെ കണ്ടു. അത്ഭുതത്തോടെ ഞങ്ങൾ വണ്ടി കയറി പോന്നു. അപ്പോൾ അന്ന് സംശയം ഒന്നും മനസ്സിലാക്കി, ഇവനൊരു അസിസ്റ്റൻ്റ് ഡയറക്ടർ മറ്റേ ആയിരിക്കാമെന്ന് വിചാരിക്കണം. എന്തായാലും ആദ്യത്തെ ഇനിയൊരു സിനിമ ഇല്ലെങ്കിൽ വേണ്ട സതീശ, എന്തിനാണ് ഇങ്ങനെ നമുക്ക് ഇത്ര വൃത്തികെട്ട ജാതികളുടെ ഇടയിലൊക്കെ നമുക്കൊരു സിനിമ, നമുക്ക് ജീവിക്കാൻ ദൈവം വിധിച്ചൊരു വിധി ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൂലിപ്പണിയാണെങ്കിൽ അത് മതി, സിനിമ അതോടെ ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞ് സിനിമ ഒഴിവാക്കി നാട്ടിലേക്ക് പോകുന്നതാണ് സിനിമാ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ എൻ്റെ സിനിമാഭിനയമെന്ന് പറയാനാണ് ഈ എപ്പിസോഡ് വന്നത്. എന്നിട്ട് ഞങ്ങൾ പിന്നീട് സിനിമ ഉപേക്ഷിച്ചു എങ്കിലും പിന്നീട് ഞങ്ങൾ സിനിമാക്കാരായ കഥ വീണ്ടും ഞാൻ വരാം. അതിനിടയിൽ ഞങ്ങളുടെ ജീവിത സഞ്ചാരം കൂടി കുറച്ചുകൂടി പറയാനുണ്ട്. നന്ദി.